ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് ഇങ്ങനെ പൂക്കൾ തയ്ക്കാം എന്നുള്ളതാണ്. ഇതിന് മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് കിട്ടി, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ ആ റിക്വസ്റ്റിൻ്റെ ഇതായിട്ടാണ് ഞാൻ ഇന്ന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് പൂ തയ്ക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. മുമ്പ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് ട്യൂട്ടോറിയലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അത് സിമ്പിളായിട്ടൊരു ലൈനിൽ കൂടെ തയ്ക്കുന്നതാണ് കാണിച്ചിട്ടുള്ളൂ. ഒരു പൂ തയ്ക്കുന്നത് ഇന്നേ വരെ കാണിച്ചിട്ടില്ല. അപ്പം ഇന്ന് ഒരു പൂ എങ്ങനെ തയ്ക്കാം എന്ന് കണ്ടു നോക്കാം. നമ്മൾ ഓർഗൻഡി സാരി കണ്ടപ്പോഴും അത് കഴിഞ്ഞിട്ട് സിൽക്ക് സാരിയിലാണെങ്കിലും ടെസർ സിൽക്കിലാണെങ്കിലും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് പൂക്കൾ തയ്ച്ച് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓർഗൻഡിയിൽ തീരെ കുഞ്ഞ് ഫ്ലവറായിരുന്നു. ടെസറിൽ വന്നപ്പോൾ കുറച്ചും കൂടെ മുഴുത്ത ഫ്ലവേഴ്സാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ആ ഒരു സൈസിലുള്ള ഫ്ലവറാണ് ഞാൻ ഇന്ന് തയ്ച്ച് കാണിക്കുന്നത്. ഇടയ്ക്ക് ബീഡ്സും എല്ലാം കൂടെ ഉള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് തയ്ക്കണേ എന്നുള്ളത് കാണാം. അതിന് മുമ്പായിട്ട് എന്നും പറയണോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് തയ്ക്കാനായിട്ട് ഒരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങുവാണ്, സ്റ്റാർട്ട് ചെയ്യണം. 2 strands ആണ് എടുക്കുന്നത്. മൾട്ടി കളർ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. കൃത്യം ഇങ്ങോട്ടേക്ക് ഈ ഡിസൈനിൻ്റെ അവിടെ എന്നിട്ട് സൂചിയുടെ താഴത്തേക്ക് കൂടെ ത്രെഡ് എടുക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. ഈ ഡിസൈനിൻ്റെ ആ ലെങ്ത്തിൽ നമ്മൾ കുത്തി എടുക്കുക സൂചി, എന്നിട്ട് സൂചിയുടെ താഴത്ത് ത്രെഡ് വെച്ചിട്ട് നമ്മൾ വലിച്ചെടുക്കുക. ഇത് എന്തോരം അകലെ തയ്ക്കണം, അടുത്ത് തയ്ക്കണം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. തൊട്ടടുപ്പിച്ച് തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം. അപ്പം സാറ്റിൻ സ്റ്റിച്ച് പോലെ അടുത്തടുത്ത് വരും, ഗ്യാപ്പില്ലാണ്ട് വരും. ഇതിപ്പോൾ ഞാൻ ഗ്യാപ്പ് ഇട്ടാണ് തയ്ക്കുന്നത്. അതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തയ്ച്ചാൽ മതി. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ഇപ്പോൾ ആങ്കറിൻ്റെ ത്രെഡ് എവിടെയാണ് കിട്ടണേ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ടാകും. ഓൺലൈൻ മേടിക്കാനുള്ള ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും. ഈ ബേസിക് ആയിട്ടുള്ള തിങ്സ്, സൂചിയാണെങ്കിലും നീഡിലാണെങ്കിലും അങ്ങനെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും, നോക്കുക. അപ്പം നമ്മൾ ഒരു പെറ്റിൽ തയ്ച്ചു കഴിഞ്ഞു. അപ്പം അടുത്തതിലോട്ട് പോണതിന് മുമ്പ് ഇതിവിടെ കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചു പോകരുത്. ഇവിടെ അങ്ങ് താത്തുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അടുത്ത പെറ്റലിലോട്ട് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ അതിനൊരു വൃത്തിക്ക് ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഒരേ പെറ്റിൽ കഴിഞ്ഞിട്ട് നമ്മളത് കുത്തി താത്തി അവിടെ നിന്ന് പിടിപ്പിച്ച് വയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ പെറ്റിലും ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെ. അധികം സമയം എടുക്കില്ല ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നമ്മൾ കുത്തി സപ്പോർട്ട് ചെയ്ത് വെക്കും. അതുപോലെ ഈ സൈഡ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഇവിടെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അവിടെ നമ്മൾ താത്തി വെച്ചു. ഇനി ആ സെയിം ഹോളിൽ തന്നെ എടുക്കുക, ഉള്ളിൽ തന്നെ, എന്നാലാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഹോളിൽ തന്നെ നമ്മൾ എടുത്തു. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് തയ്ക്കാം. ഇവിടെ നമ്മൾ താഴത്തുനിന്ന് കുത്തിയെടുത്ത് എവിടെയാണ് ഡിസൈൻ വരുന്നത് അവിടെ നമ്മൾ സൂചി പൊക്കുന്നു. എന്നിട്ട് സൂചിയുടെ താഴത്തേക്കൂടെ ത്രെഡ് കൊണ്ടുപോവുക. നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് കൊണ്ടുപോകുന്നു, എന്നിട്ട് വലിച്ചെടുക്കുന്നു. ഇത് അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ച് തയ്ക്കാം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതിപ്പോൾ ഗ്യാപ്പ് ഓരോ ആൾക്കാരുടെ ഇഷ്ടം പോലെ. ഇനിയും അകത്തി തയ്ക്കണമെന്നുണ്ടെങ്കിൽ അകത്തി ആയാലും തയ്ക്കാം. ഇത് കുറച്ചും കൂടെ തടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ 3 or 4 strands വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൽ കൂടണ്ട, 3 മതി. അല്ലെങ്കിൽ അതിൽ ഒത്തിരി അങ്ങ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് തടിച്ച് നിൽക്കും. അതിലും ഭേദം 2 or 3, അതാണ് ബെസ്റ്റ്. ഡിസൈൻ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഹാർട്ട് ഷേപ്പ് പെറ്റലൊക്കെ ഉള്ള ഡിസൈൻ വരയ്ക്കുമ്പോൾ ആ കൃത്യം ഹാർട്ട് ഷേപ്പൊക്കെ നല്ല വൃത്തിക്ക് വരയ്ക്കുക. എന്നാലേ തയ്ച്ചാലേ നമുക്ക് ആ വൃത്തി കിട്ടത്തുള്ളൂ. ഡിസൈൻ വരയ്ക്കുന്നത് തന്നെ ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നീറ്റായിട്ട് തയ്ച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, ഡിസൈൻ കൊള്ളൂല്ലെങ്കിൽ. അപ്പം ഡിസൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഡിസൈൻ എടുക്കുന്നത് നല്ല വൃത്തിക്ക് വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2ാമത്തെ പെറ്റലും കഴിഞ്ഞു. ഇനി 3ാമത്തെ പെറ്റലിലോട്ടാണ് പോകുന്നത്. നടുക്ക് നമ്മളൊരു വലിയ വൈറ്റ് ബീഡോ സ്റ്റോണോ എന്തെങ്കിലും വെച്ചാൽ മൾട്ടി കളർ ത്രെഡ് ആയതുകൊണ്ട് നല്ല തെറിച്ച് നിൽക്കുകയും ചെയ്യും.
നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് ഒരു ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഈ 2 ഫ്ലവറും തയ്ക്കണം. എന്നിട്ട് നടുക്ക് നമുക്ക് ബീഡ് വെക്കാം. ലീവ്സ് ലേസി ഡേസിയും സ്റ്റെം സ്റ്റിച്ചുമാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടൊന്ന് കാണാം എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് പൂവും 3 തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ച് വെച്ച് സ്റ്റെമ്മും ലേസി ഡേസി വെച്ചിട്ട് ലീവ്സും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ നടുക്ക് ഒരു ബീഡ് വെക്കാം. വൈറ്റ് കളർ ബീഡ് വെക്കാനാണ് പോണേ. അപ്പോൾ നമുക്ക് ബീഡ് വെക്കാം. നമ്മൾ ഒരു വട്ടം ഇതുവരെ ചെയ്തു. അതുപോലെ 2 വട്ടം ഈ സെയിം ഹോളിൽ കൂടെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ബീഡിന് അനക്കമൊന്നും എന്ന് വെച്ചാൽ സ്റ്റിഫായിട്ട് അവിടെ ഇരുന്നോളും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നൂല് ലൂസായി വന്ന് ഇങ്ങനെ ആടാൻ തുടങ്ങും. അപ്പോൾ അതങ്ങനെ ആടാണ്ടിരിക്കണമെങ്കിൽ 2 ടൈംസ് ആ ഹോളിൽ കൂടെ തന്നെ സെയിം ഹോളിൽ കൂടെ തന്നെ എടുത്ത് വെക്കുവാണെങ്കിൽ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഊരി പോരത്തില്ല പെട്ടെന്നൊന്നും. അല്ലെങ്കിൽ ഒരു വാഷ് ചെയ്യുമ്പോഴേയും ബീഡെല്ലാം ഊരി പോരാൻ തുടങ്ങും. 2 വട്ടം സെയിം ചെയ്ത ഹോളിൽ കൂടെ തന്നെ 2 വട്ടം അങ്ങ് കുത്തി താത്തിയാൽ മതി. നമ്മൾ ഒരു ബീഡ് അതുവരെ വെച്ചു. അതുവരെ ബാക്കി 2 ബീഡും അതുവരെ നമുക്ക് 2 ടൈംസ് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ 3 ബീഡും വെച്ച് കഴിഞ്ഞ് ആ ഡിസൈൻ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വന്നിട്ടുമുണ്ട്. മൾട്ടി കളർ ത്രെഡൊക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് പൂ തയ്ച്ചത് കണ്ടല്ലോ. ഒരു ടെർക്കോയ്സ് ബ്ലൂ കളർ മെറ്റീരിയലിൽ മൾട്ടി കളർ ത്രെഡ് ഇട്ടാണ് തയ്ച്ചത്. അപ്പം മൾട്ടി കളർ ത്രെഡ് ഇടുമ്പോൾ ഈ പൂക്കിനൊക്കെ വേരിയേഷൻസ് വരുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഒരു കളറിൽ നിന്ന് വേറൊരു കളറിലോട്ട് ചേഞ്ച് ചെയ്ത് പോകണം. പെറ്റൽസിന് കളർ ചേഞ്ച് ചെയ്ത് പോകണമാണ് നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങൾ സാരിയിലായാലും ടോപ്പിലായാലും കുറേ മൾട്ടി കളർ ത്രെഡ്സ് അവൈലബിൾ, അല്ലെങ്കിൽ ഡബിൾ ഷേപ്പ് ത്രെഡ്സ് അവൈലബിൾ. അങ്ങനെ വെച്ച് പൂക്കൾ തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകും. സിംഗിൾ ത്രെഡിനേക്കാളും കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടുന്നത് ഡബിൾ ഷെയ്ഡോ അല്ലെങ്കിൽ മൾട്ടി കളർ ത്രെഡ് ഇട്ട് തയ്ക്കുമ്പോഴായിരിക്കും. എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.